പ്രിയമുള്ളവരെ, PSC നിയമനങ്ങളിലെ മെറിറ്റ് അട്ടിമറി എന്ന സുദേശം രഘുവിൻ്റെ ഈ പുസ്തകത്തെ അധികരിച്ച വളരെ പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ സാർ നടത്തുകയുണ്ടായി. നമുക്കറിയാം, ഇന്ത്യയിലെമ്പാടും സംവരണത്തിനെതിരായിട്ടുള്ള മുറവിളികൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരികയും വലിയ കലാപങ്ങൾ ജാതി സംവരണത്തിനെതിരെ നടക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ സവർണ സമുദായാംഗങ്ങൾ സ്വയം ബലിയർപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സംവരണത്തിന് ഗുണഭോക്താക്കളായിട്ടുള്ള പിന്നോക്ക പട്ടിക ജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ പോലും ജാതി സംവരണം അശാസ്ത്രീയമാണെന്നും സാമ്പത്തിക സംവരണമാണ് ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമെന്ന് കരുതുന്ന ഒരു മാനസികാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഈ പുസ്തകം ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമുക്കറിയാം, ഈ പുസ്തകം സംവരണത്തിൻ്റെ ചരിത്രം വിശദീകരിക്കുന്ന ഒരു പുസ്തകമല്ല. അത്തരം ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിൽ മണ്ഡലാനന്തര കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സംവരണത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ, ഏതാണ്ട് 70-ൽ പരം പിന്നോക്ക സമുദായങ്ങളും ഏതാണ്ട് 53ഓളം പട്ടികജാതി സമുദായങ്ങളും 35ഓളം പട്ടികവർഗ സമുദായങ്ങളുമാണ് കേരളത്തിൽ സംവരണത്തിന്റെ ഗുണഭോക്താക്കളായി നിലവിലുള്ളത്. അങ്ങനെ കേരളത്തിലെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായി സാമൂഹ്യമായ വിവേചനങ്ങൾക്ക് വിധേയരാകുക എന്ന പ്രക്രിയയിലൂടെ കടന്നുപോയ ആളുകൾ എന്ന നിലയിൽ സവിശേഷമായ നിയമനിർമ്മാണങ്ങളിലൂടെയാണ് സംവരണം അനുഭവവേദ്യമാകുന്നത്. സാമാന്യനെ ഈ സംവരണത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സംവരണം അട്ടിമറിക്കപ്പെടുന്നു എന്ന നിലയിൽ, പ്രത്യേകിച്ചും വല്ല പട്ടികജാതി ലിസ്റ്റ് ഭേദഗതിയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും വ്യാജജാതി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ജോലി സമ്പാദിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലാണോ സംവരണം അട്ടിമറിക്കപ്പെടുന്നത് എന്നാണ് പൊതുവിലുള്ള ധാരണ. അതല്ലെങ്കിൽ കേരളത്തിലെ ബ്രാഹ്മണരുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയും ബ്രാഹ്മണരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നോ ബ്രാഹ്മണ സമൂഹം ആവശ്യപ്പെടുകയും ആ ആവശ്യം വളരെ ന്യായമാണ് എന്ന് കേരളത്തിലെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സംവരണീയരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അതൊരു അനീതിയല്ലേ, അന്യായമല്ലേ എന്ന തോന്നലുളവാകുകയും ഏതെങ്കിലും ഗ്രൂപ്പുകളോ സംഘടനകളോ ഒക്കെ പ്രസ്താവനകളുമായി രംഗത്ത് വരികയൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സ്ഥൂലമായ സംവരണത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്നതിന് പകരം വളരെ സൂക്ഷ്മമായി കേരളത്തിൽ എങ്ങനെയാണ് നിയമപരമായി തന്നെ കേരള PSCയുടെ ഇടപെടൽ കൊണ്ട് സംവരണം മെറിറ്റാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്നെങ്കിലും ആ മെറിറ്റ് അട്ടിമറിക്കപ്പെടുന്നത് വഴി സംവരണം തന്നെയാണ് അട്ടിമറിക്കപ്പെടുന്നത്. അങ്ങനെ മെറിറ്റ് അട്ടിമറി വളരെ സൂക്ഷ്മമായി പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദശാബ്ദക്കാലമായി സുദേശം രഘു നടത്തുന്ന ഒരു തീവ്രമായ ഇടപെടൽ, സാമൂഹ്യമായ ഇടപെടൽ, ഓൺലൈനിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹം നടത്തുന്ന ഇടപെടൽ കുറച്ചുകൂടി സമഗ്രമായി സമാഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സംവരണത്തെക്കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ തന്നെ ഒരിക്കലും ആരും പരിഗണിക്കാത്ത, ആരുടെയും ശ്രദ്ധയിൽ വരാത്ത ഒരു വളരെ മൗലികമായി പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് സുദേശം രഘു ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ജസ്റ്റിസ് PK ഷംസുദ്ദീൻ സാർ സൂചിപ്പിക്കുകയുണ്ടായി, ഹൈക്കോടതിയിലുള്ള ജസ്റ്റിസുമാർക്ക് പോലും സങ്കീർണമായ സമസ്യയായി നിലനിൽക്കുന്ന
PSCയുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യൂണിറ്റുകൾ 20ന്റെ യൂണിറ്റ് ആണോ 50ന്റെ യൂണിറ്റ് ആണോ 100ന്റെ യൂണിറ്റ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ശാസ്ത്രീയമായി വർഗീകരിച്ച് നിലവിലുള്ള 20ന്റെ യൂണിറ്റിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ മെറിറ്റ് അട്ടിമറി ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുന്ന ഉപാധികൾ സുദേശം രഘു അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി കുറച്ചുകൂടി സിംപിളി സൂപ്പർ എന്ന് അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയാണ്. ഏതാണ്ട് 500 കോപ്പിയാണ് ഈ പുസ്തകം അതർ ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേരളത്തിലെ 150ൽ പരം വരുന്ന സമുദായങ്ങൾ കഴിഞ്ഞ സംവരണം രൂപപ്പെട്ടതിന് ശേഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംവരണത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ 500 പേരല്ല. 150ൽ പരം വരുന്ന സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന സംവരണത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ എണ്ണം ലക്ഷങ്ങളോ കോടികളോ ഒക്കെയാണ്. പക്ഷെ ആ സമുദായങ്ങൾ അതീവ ഗുരുതരമായി നേരിടുന്ന ഒരു പ്രതിസന്ധിയെ വിശകലനം ചെയ്യുന്ന വിശദീകരിക്കുന്ന ഒരു പുസ്തകം കേരളത്തിൽ 500 കോപ്പിയാണ് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സമുദായങ്ങളുടെ ഒരു സാമൂഹ്യമായ ഒരു സ്ഥിതി കൂടിയാണ് ഇതിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം ഈ ചർച്ച ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന് ഒരു പരസ്യം കിട്ടുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം. മാത്രമല്ല ഈ ഹാളിൽ ഉള്ള ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് വഴി കൂടുതൽ ആളുകളുടെ കൈകളിലേക്ക് കേൾവി ചെവികളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് നമ്മളിത് ഓൺലൈനിൽ ഇത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ അതിവിപുലമായ തലത്തിൽ വലിയ പ്രചാരവേല ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ മെറിറ്റ് അട്ടിമറി കാലങ്ങളായി ആ PSCയുടെ അംഗങ്ങൾ പിന്നോക്കക്കാരായിരുന്ന മഹാഭൂരിപക്ഷം ആളുകൾ പിന്നോക്കക്കാരായിരുന്ന കാലത്ത് പോലും സുപ്രീം കോടതിയിൽ NSS കേസ് നടത്തി നമ്മളെ പരാജയപ്പെടുത്തിയതിന്റെ സുദീർഘമായ ചരിത്രം സ്വദേശി പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ടോ? ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ അറിയപ്പെടുന്ന യുക്തിവാദിയും അതുപോലെ തന്നെ പ്രഭാഷകനും എഴുത്തുകാരനുമായിട്ടുള്ള പ്രൊഫസർ C രവിചന്ദ്രനും സുദേശം രഘുവും കൂടി ഓൺലൈനിൽ നടത്തിയ സംവാദം പരിശോധിക്കുമ്പോഴാണ് കേരളത്തിൽ വിപ്ലവകാരികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ പുരോഗമനകാരികൾ എന്ന് അറിയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ജനാധിപത്യവാദികൾ എന്ന് അറിയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ജാതി സംവരണത്തിനെതിരായി എന്ന് പറഞ്ഞാൽ പ്രൊഫസർ C രവിചന്ദ്രൻ സുദേശ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അത്ര നിഷ്കളങ്കമായിട്ടല്ല അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഉന്നയിക്കുന്നത്. അത് ഒരുപക്ഷെ കേരളത്തിലെ പത്രപ്രവർത്തനത്തിന്റെ കുലപതിയായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കാലം മുതൽ ആരംഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ കാലത്ത് 1957-58 കാലഘട്ടത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് NSSന്റെ സെക്രട്ടറി നാരായണ പണിക്കരാണെങ്കിലും സുകുമാരനാണെങ്കിലും, അങ്ങനെ നാരായണ പണിക്കരുടെ നിലപാടിലേക്ക് സുകുമാരന്റെ നിലപാടിലേക്ക് യുക്തിവാദിയും മതേതരവാദിയും അതുപോലെ തന്നെ പുരോഗമനകാരിയും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനും ശാസ്ത്രചിന്തകനും ശാസ്ത്രലേഖകനുമായിട്ടുള്ള C രവിചന്ദ്രൻ അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ NSS സംഘടനാപരമായിട്ട് എടുക്കുന്ന നിലപാടുകൾ, അങ്ങനെ സവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾ ജാതി സംവരണത്തിനെതിരായിട്ട് എങ്ങനെയാണ് എഴുതുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് ഈ സംവാദത്തിലൂടെ സുദേശ് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഈ കേരളീയ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് പ്രൊഫസർ C രവിചന്ദ്രന്റെ വാദങ്ങൾ എന്ന് സുദേശ് സവിസ്തരം നമ്മുടെ മുന്നിൽ സമർത്ഥിക്കുന്നുണ്ട്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ കേരളീയ സമൂഹത്തിൽ ജാതി സംവരണത്തിന് എതിരായി മൂലമായി തീർന്നിട്ടുള്ള സവർണ വിചാരങ്ങൾ ശാസ്ത്രീയതയുടെ പേരിൽ അല്ലെങ്കിൽ ഒക്കെ എങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC റാങ്ക് ലിസ്റ്റുകൾ ഒക്കെ മുൻനിർത്തി ഒക്കെ അദ്ദേഹം നടത്തുന്ന അന്വേഷണങ്ങൾ ഏറെ പ്രസക്തമാണ്. ഒരുപക്ഷെ മൗലികമായ ഒരു അന്വേഷണം
ആണ് ഈ പുസ്തകത്തിലുള്ള സുദേശം രഘു നടത്തിയിട്ടുള്ളത്. മണ്ഡലാനന്തര കാലത്ത് സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കീഴാള പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് പിന്നോക്ക ന്യൂനപക്ഷ ദലിത് ആദിവാസി മേഖലകളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ, പൗരാവകാശ ലംഘനങ്ങൾക്കെതിരെ, നീതി നിഷേധത്തിനെതിരെ ഒക്കെ നടത്തുന്ന എഴുത്തുകൾ, പറച്ചിലുകൾ ഒക്കെ തന്നെ സുദേശിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പുസ്തകത്തിൽ, ഇതിന് മുമ്പ് തന്നെ അദ്ദേഹം ശ്രീനാരായണ കൂട്ടായ്മയുടെ പേരിൽ സംവരണം യാഥാർത്ഥ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ എഡിറ്ററായിരുന്നു. കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സംവരണത്തിൽ വലിയ ധാരണയുള്ള ആളുകളുടെ ലേഖനങ്ങൾ സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിനു മുമ്പ് ചെറായി രാമദാസിനെ മുൻനിർത്തി അവർണപക്ഷ രചനകൾ എന്ന് പറഞ്ഞുകൊണ്ടോ ഏതാണ്ട് അവർണപക്ഷ ചർച്ചകൾ കേരളത്തിൽ നടക്കുന്ന സവിശേഷമായ ഒരു ചരിത്ര സന്ദർഭത്തിൽ അദ്ദേഹം ദൂത് ബുക്സ് ബാനറിൽ നമ്മുടെ മുന്നിൽ ഈ രചനകൾ മുന്നോട്ട് കൊണ്ടുവരികയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്ന അവർണപക്ഷ രചനകളിലൂടെ, സംവരണം യാഥാർത്ഥ്യങ്ങളിലൂടെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ PSC നിയമനങ്ങളിലെ മെറിറ്റ് അട്ടിമറി എന്ന പുസ്തകത്തിലൂടെയൊക്കെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച 150-ൽ പരം വരുന്ന കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, നിയമപരമായ അവകാശങ്ങൾ എങ്ങനെയാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെ കാലമായി വളരെ യാതനാപൂർണമായ ഈ രേഖകളൊക്കെ കണ്ടെടുക്കുക, അത് സമാഹരിക്കുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഹൃത്തുക്കളുമായി വലിയ ചർച്ചകൾ നടത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരുക, ആ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ നിയമപരമായും ശാസ്ത്രീയമായും നിലനിൽക്കുന്നതാണോ എന്ന് നിയമജ്ഞന്മാരുമായി കൂടി ആലോചിക്കുക. അങ്ങനെ വളരെ സുദീർഘമായ ഒരു അധ്വാനം ഈ പുസ്തകത്തിന്റെ പുറകിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് റീഡേഴ്സ് ഫോറം, നമുക്കറിയാം റീഡേഴ്സ് ഫോറം തത്വശാസ്ത്രപരമായ പുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്ന ആ തലത്തിലുള്ള രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തത്വശാസ്ത്രപരമായ പുസ്തകങ്ങളാണ് കുറെ കാലങ്ങളായി റീഡേഴ്സ് ഫോറം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി, അതിൽ നിന്നൊക്കെ വളരെ പ്രായോഗികമായി ഈ മനുഷ്യരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറെ സഹായകരമായി തീർന്നത് അംബേദ്കറിയൻ സംവരണമാണ്. നമുക്കറിയാം അംബേദ്കറിയൻ സംവരണം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ സംവരണം രൂപപ്പെട്ടിരുന്നു. നിവർത്തന പ്രക്ഷോഭണത്തിന്റെ തുടർച്ച മലയാളി മെമ്മോറിയലോ ഈഴവ മെമ്മോറിയലോ നിവർത്തന പ്രക്ഷോഭണമോ ഒക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സംവരണത്തിന് വേണ്ടിയുള്ള പിന്നോക്ക ന്യൂനപക്ഷ ദലിത് ആദിവാസി വിഭാഗങ്ങളുടെ സംവരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭണങ്ങളുടെ ഒരു സുദീർഘമായ ചരിത്രം കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ സംവരണം എന്ന് പറയുന്നതിന് ജാതി വ്യവസ്ഥ തന്നെ ഒരു സംവരണമാണ്. സംവരണത്തിന്റെ ഗുണഭോക്താക്കളായിരുന്ന ആൾ ഇപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള സംവരണമാണ്. ആ സംവരണത്തിൽ പെടാതിരുന്ന ആളുകളാണ് പിന്നീട് സംവരണത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയിലാണ് ഈ അവകാശങ്ങൾ ഭരണഘടനാപരമായി നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഭരണഘടനാപരമായി നമുക്ക് ലഭിച്ച ഈ അവകാശങ്ങൾ എങ്ങനെയാണ് സാങ്കേതികമായി അട്ടിമറിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. ഉദാഹരണത്തിന് ഈ പുസ്തകം തെരഞ്ഞെടുക്കുമ്പോൾ എന്നോട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ ബുദ്ധിജീവി എന്നോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് CSI ഈ PSC നിയമനങ്ങളിലെ സംവരണ മെറിറ്റ് അട്ടിമറിയെ കുറിച്ചുള്ള ഒരു പുസ്തകം ചർച്ചയ്ക്ക് എടുത്തത് എന്ന് ചോദിക്കുകയുണ്ടായി. ഞാനത് സുദേശിനോട് ഇടയ്ക്ക് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനതിന് രസകരമായ ഒരു മറുപടിയാണ് പറഞ്ഞത്. കാരണം ഇന്ത്യൻ വിപ്ലവം എന്ന് പറയുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്നാണ് പൊതുവിലെ ആളുകൾ പറയുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ലോകകപ്പിന്റെ ഫൈനൽ കളിക്കും എന്ന് കേരളത്തിലെ പന്ത് കളി പ്രേമികൾ കരുതുന്നത് പോലെയാണ് ഇന്ത്യൻ വിപ്ലവത്തെ കുറിച്ചുള്ള ആഗ്രഹ ചിന്ത ഈ പിന്നോക്ക ദലിത് ആദിവാസി വിഭാഗങ്ങൾ വെച്ച് പുലർത്തുന്നതെന്നും മാത്രമല്ല കേരളത്തിൽ ഒരു 2ാം ഭൂപരിഷ്കരണം തോമസ് ഐസക്കിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുൻകൈയിൽ നടക്കുമെന്ന് പ്രതീക്ഷയില്ലാത്തത് കൊണ്ടും കേരളത്തിൽ നടക്കുന്ന ദലിതാദിവാസി സമരങ്ങൾ ഭൂസമരങ്ങളായി വികസിക്കുകയും അങ്ങനെ ദലിതാദിവാസികൾക്ക് ഒരാസ്തിയായി ഏക്കർ കണക്കിന് ഭൂമി ലഭിക്കുമെന്നും കരുതാത്തത് കൊണ്ടും മാത്രമല്ല അംബേദ്കറിയൻ സംവരണത്തിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് കേരളത്തിൽ ഇന്ത്യയിൽ ഏതാണ്ട് ശതമാനക്കണക്കിൽ 3% ആളുകളാണ്. അങ്ങനെ ഈ വിഭാഗങ്ങൾക്ക് സാമൂഹ്യമായ പുരോഗതി കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ളത് സംവരണം കൊണ്ടാണെന്നും അതുകൊണ്ട് ഈ സംവരണം തന്നെയാണ് ഇവർ മെറിറ്റ് അട്ടിമറിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് ചെയ്തത്. അദ്ദേഹം നിശബ്ദനാകുകയാണ്. ഈ വാദങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായി. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് സംവരണമല്ലാതെ മറ്റൊന്നും തന്നെ ഈ വിഭാഗത്തിന് ഒരു
എന്താ പറയുക, സാംസ്കാരിക മൂലധനം ആർജിച്ചു എന്നൊക്കെ പറയാവുന്ന ഒരു തലം ഇവർക്കില്ല. പോൾ ബദ്രു ഒക്കെ പറയുന്ന പോലെ കൾച്ചറൽ ക്യാപിറ്റൽ ആർജിച്ച വിഭാഗങ്ങളൊന്നുമല്ല. കേരളത്തിൽ തന്നെ ഈഴവർ എന്ന് പറഞ്ഞ ഒരു സമുദായം കഴിഞ്ഞാൽ മറ്റ് പിന്നോക്ക സമുദായത്തിലുള്ള ആളുകൾ സംഘടനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബാർഗൈൻ നടത്താനോ ഒക്കെയോ ശേഷിയുള്ള ആളുകളല്ല. നവോത്ഥാനത്തിന് വിധേയരായ സമുദായങ്ങൾ പോലുമല്ല. അങ്ങനെ നവോത്ഥാനത്തിന് വിധേയരാവാത്ത ഈ സമുദായങ്ങളൊക്കെ തന്നെ നമ്മൾ ആരെയാണോ എതിർക്കുന്നത് അവരുടെ രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുകയോ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരോ ഒക്കെയായി മാറുന്ന കാഴ്ചയെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു പുസ്തകം എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. സംവരണത്തിൻ്റെ സാങ്കേതികമായ നൂലാമാലകൾ അനാവരണം ചെയ്യുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം എന്നതിനപ്പുറത്ത് ഈ പുസ്തകത്തിന് കേരളീയ സാഹിത്യത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആ രാഷ്ട്രീയ പ്രാധാന്യമാണ്. ആ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ 500-ൽ നിന്നും 5000-ത്തിലേക്കും 50,000-ത്തിലേക്കും 5 ലക്ഷത്തിലേക്കും ഈ പുസ്തകത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ വലിയ തരത്തിലുള്ള ചർച്ച, നമുക്കറിയാം ഈ ചർച്ചയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ ഒരു ചർച്ച സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ആഗസ്റ്റ് മാസം 28-ാം തീയതി ഇവിടെ മരട് സുദേശിനെ ഈ പുസ്തകത്തെ മുൻനിർത്തി ചർച്ചയ്ക്ക് വിളിക്കാൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ കേരളത്തിലെമ്പാടും ഈ പുസ്തകത്തെ മുൻനിർത്തി കേരളത്തിൽ എങ്ങനെയാണ് സംവരണം അട്ടിമറിക്കപ്പെടുന്നത് എന്ന് സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ, സംവരണത്തിന് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല എന്ന് കരുതുന്ന നമ്മുടെ ആളുകളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം എന്ന നിലയിൽ ഇതിനെ കാണുകയും അതല്ലാതെ PSC നിയമനങ്ങളുടെ സാങ്കേതിക കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പുസ്തകമെന്ന് ഇതിനെ കാണരുത് എന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യയിലെ മർദ്ദിത ജാതികളെ സംബന്ധിച്ചിടത്തോളം സംവരണത്തിൻ്റെ ചരിത്രം അങ്ങേയറ്റം വികാരഭരിതമാണ്. 1ഉം 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങളിൽ, പ്രത്യേകിച്ചും 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങളിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നായകനായ മഹാത്മാഗാന്ധിയുടെ വാദമുഖങ്ങൾക്ക് മറുപടി പറഞ്ഞാണോ കമ്മ്യൂണൽ അവാർഡ് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ നേടിയെടുക്കുന്നത്. ആ കമ്മ്യൂണൽ അവാർഡ് അട്ടിമറിക്കുന്നതിന് വേണ്ടി യാർവാദ ജയിലിൽ ഗാന്ധി ആരംഭിച്ച നിരാഹാര സമരം 4ാം ദിവസം ഒത്തുതീരുമ്പോൾ പൂന പാക്ട് എന്ന് പറയുന്ന ഒരു ഉടമ്പടിയുടെ രൂപപ്പെടുത്തുന്നു. തൊട്ടു പിന്നാലെ 1935-ൽ ഇന്ത്യ ആക്ടിലൂടെയും പിന്നീട് രൂപം കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയിലൂടെയൊക്കെ സംരക്ഷിതമായ ഈ അവകാശമാണ് കേരളത്തിലെ PSC അട്ടിമറിക്കുന്നത്. സ്വാഭാവികമായും അതിനെതിരെ കാര്യമായ പ്രതികരണങ്ങൾ, കാര്യമായ പ്രതിരോധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായി വരുന്നില്ല. അതുണ്ടാക്കുന്നതിന് വേണ്ടി സംവരണത്തിൻ്റെ ഗുണഭോക്താക്കളായ പിന്നോക്ക, ദലിത്, ന്യൂനപക്ഷ, ആദിവാസി വിഭാഗങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി നാം നടത്തുന്ന ശ്രമങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറിയ സമുദായങ്ങൾ അവർ നേടിയെടുത്ത സവിശേഷമായ ന്യൂനപക്ഷ അവകാശങ്ങളിലൂടെയും ഒക്കെ സമാഹരിച്ച സമ്പത്തിൻ്റെ പിൻബലത്തിൽ പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അതിസങ്കീർണമായ രീതിയിൽ സംവരണം നിഷേധിക്കുകയും ആ സംവരണ നിഷേധത്തിനെതിരായി കോടതി വഴി നടത്തിയ പോരാട്ടത്തിൽ സംവരണീയർക്ക് അനുകൂലമായിട്ടുണ്ടായ വിധി സംവരണീയരിൽ തന്നെ മേൽത്തട്ടായിട്ടുള്ള വിഭാഗങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടാണ് OP രവീന്ദ്രൻ അല്പം മുമ്പ് നമ്മളോട് സൂചിപ്പിച്ചത്. ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും രാഷ്ട്രീയ പ്രാധാന്യവും ഇത് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ തലത്തിലുള്ള ഈ പുസ്തകം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട സുദേശ് ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല.